നെക്സ്റ്റ് ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റ്സ്. ട്രിപ്പിൾ ഇൻ്റഗ്രൽസിനെ സ്പെറിക്കൽ കോർഡിനേറ്റ്സിൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ വേരിയബിൾസ് എന്തൊക്കെയാണ്? റോ, ഫൈ ആൻഡ് തീറ്റ. അവിടെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഫൈയുടെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് പൈ. തീറ്റയുടെ വാല്യൂ 0 to 2π. ഓക്കെ. സോ ആദ്യം നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ കണ്ടതുപോലെ തന്നെ ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം വോളിയം എലമെന്റ് dv ഡിഫൈൻ ചെയ്യാണ് സ്പെറിക്കൽ കോർഡിനേറ്റ്സിൽ. സോ ദ വോളിയം എലമെന്റ് ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ഈസ് dv is defined as rho square sin phi d rho d theta d rho d phi d theta. നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ കണ്ടായിരുന്നു dv യെ r dz dr d theta എന്നാണ് ഡിഫൈൻ ചെയ്തത്. സ്പെറിക്കൽ കോർഡിനേറ്റ്സിൽ dv is defined as rho square sin phi d rho d phi d theta. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം. ആൻഡ് ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് ടേക്ക് ദ ഫോം ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി എഫ് ഓഫ് റോ തീറ്റ ഫൈ. അതാണ് സ്പെറിക്കൽ കോർഡിനേറ്റ്സിന്റെ വേരിയബിൾസ്. സോ ഡി വിയെ മാറ്റി നമ്മൾ എങ്ങനെ കൊടുക്കും? ട്രിപ്പിൾ ഇൻ്റഗ്രൽ അപ്രോപ്രിയേറ്റ് ലിമിറ്റ്, അതായത് റോയുടെയും തീറ്റയുടെയും ഫൈയുടെയും ലിമിറ്റ്സ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. എഫ് ഓഫ് റോ തീറ്റ ഫൈ ഡി വിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി തീറ്റ ഡി റോ ഡി ഫൈ ഡി തീറ്റ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. യൂസ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ്. സോ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടു ഫൈൻഡ് ദ വോളിയം ആൻഡ് ദി സെൻട്രോയിഡ്. വോളിയവും സെൻട്രോയിഡും കണ്ടുപിടിക്കണം. Of the solid G bounded above by the sphere x square plus y square plus z square is equal to 16 and below by the cone z is equal to root of x square plus y square. സോ നമുക്ക് ആദ്യം എന്താണ് സ്പെറിക്കൽ കോർഡിനേറ്റ്സിൽ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടി തന്നിരിക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ എടുക്കുകയാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 16. സോ റോ ഇസ് ഈക്വൽ ടു എനിക്ക് എന്താ അറിയാം? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു റോ ആണ്. ഇത് നമ്മൾ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് റോയുടെ വാല്യൂ എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ് ഈക്വൽ ടു റോ, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഈ താഴത്തുള്ള x equal to rho sin phi cos theta, y is equal to rho sin phi sin theta, z equal to rho cos phi. ഇത് മൂന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താണ് ഇങ്ങനെയും കിട്ടും. സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇത് കൊടുത്താൽ മതി. അത്രയൊന്നും നീട്ടി വലിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. റോയുടെ വാല്യൂ നമ്മൾ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് 16. സോ പ്ലസ് ഓർ മൈനസ് 4 എന്ന് കിട്ടും. എന്നാൽ സ്പെറിക്കൽ കോർഡിനേറ്റ്സിൽ റോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ മിനിമം വാല്യൂ എന്താ എടുക്കാൻ പറ്റൂ? 0. സോ റോ ലിമിറ്റ്സ് എന്തൊക്കെയാന്ന് കിട്ടും? റോ ഈക്വൽ ടു 0 ആൻഡ് റോ ഈക്വൽ ടു 4. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടീഷൻ ഞാൻ എടുക്കുന്നു. സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സും വൈയും സെഡും ഇല്ല. സോ അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുകയാണ്. എക്സ് റോ സൈൻ ഫൈ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ, സെഡ് ഈക്വൽ ടു റോ കോസ് ഫൈ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ റോ കോസ് ഫൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അതിന്റെ എക്സിനെ വൈയുടെ സ്ക്വയർ ചെയ്യുക. സോ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഒരുമിച്ച് എടുക്കും. അതിന്റെ വാല്യൂ 1 ആണ്. സോ റൂട്ട് ഓഫ് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ എന്ന് കിട്ടും. ദാറ്റ് ഈസ് റോ സൈൻ ഫൈ. ഇനി ഇപ്പൊ എന്താ കിട്ടിയ? റോ കോസ് ഫൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ. റോ ആൻഡ് റോ ഗെറ്റ് ക്യാൻസൽ. സോ കോസ് ഫൈ ഇസ് ഈക്വൽ ടു സൈൻ ഫൈ. ഇനി കോസ് ഫൈ വെച്ച് ഞാൻ ഇക്വേഷൻ ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ എന്ത് കിട്ടും? 1 ഈസ് ഈക്വൽ ടു സൈൻ ഫൈ ബൈ കോസ് ഫൈ ആൻഡ് സൈൻ ഫൈ ബൈ കോസ് ഫൈ ഇസ് ടാൻ ഫൈ. ടാൻ ഫൈ ഇസ് ഈക്വൽ ടു 1. ടാന്റെ വാല്യൂ 1 ആവുന്ന ആംഗിൾ ഏതാണ്? പൈ ബൈ 4 ആണ്. സോ ഫൈ ഇസ് ഈക്വൽ ടു പൈ ബൈ 4 എന്ന് കിട്ടും. സോ ഒരു ലിമിറ്റ് കിട്ടി ഫൈയുടെ. സോ ഫൈ ലിമിറ്റ് നമുക്ക് എന്തെടുക്കാം? 0 ടു പൈ ബൈ 4. ലോവർ ലിമിറ്റ് 0 ടു എടുക്കാം. കാരണം ഫൈയുടെ വേരിയേഷൻ 0 ടു പൈ, പൈ വരെയാന്ന് പറഞ്ഞിട്ടുണ്ട്. പൈ ബൈ 4 പൈയേക്കാൾ ചെറുതാണ്. സോ ഫൈയുടെ ലിമിറ്റ് 0 ടു പൈ ബൈ 4 എടുക്കുന്നു. ഇനി തീറ്റയുടെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഇനി അതേപോലെ എവിടെയെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടെന്നും പറയുന്നില്ല. സോ തീറ്റയുടെ വേരിയേഷൻ സ്പെറിക്കൽ കോർഡിനേറ്റിൽ 0 ടു 2π ആണ്. പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നേരത്തെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ ചെയ്ത പോലെ തന്നെ സ്പെറിക്കൽ കോർഡിനേറ്റ്സിന്റെ കേസിലും തീറ്റയുടെ ലിമിറ്റ് എന്തെടുക്കും? 0 ടു 2π എന്ന് തന്നെ എടുക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. വോളിയം വി എന്ന് പറയുന്നത്, ഓക്കെ, വോളിയം വി ഈസ് വോളിയം വി ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി. ജി എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ അതിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, ഈ റീജിയനെ ക്യാപിറ്റൽ ജി എന്ന്. അതുകൊണ്ടാണ് ആ റീജിയൻ അവിടെ ജി എന്ന് കൊടുക്കുന്നത്. സോ വോളിയം വി ഈസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡി വി. സോ അതിന് വേണ്ടിയിട്ട് എന്താണ്? ആദ്യം തീറ്റയുടെ ലിമിറ്റ് കൊടുക്കും. തീറ്റ വേരീസ് ഫ്രം 0 ടു 2π, ഫൈ വേരീസ് ഫ്രം 0 ടു പൈ ബൈ 4, റോ വേരീസ് ഫ്രം 0 ടു 4. ഡി വിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ, അത് കൊടുക്കുന്നു. സോ ഇതനുസരിച്ചാണ് ഞാൻ ലിമിറ്റും കൊടുത്തിരിക്കുന്നത്. ഡി റോ ആദ്യം എഴുതി, ഫസ്റ്റ് ഇന്റഗ്രൽ റോയുടെയാണ്. ഡി ഫൈ അടുത്ത് എഴുതി, നെക്സ്റ്റ് ഇന്റഗ്രൽ ഫൈയുടെ ആണ്. ലാസ്റ്റ് ആണ് ഡി തീറ്റ എഴുതിയത്. അത് 0 ടു 2π. ഓക്കെ, സോ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. പിന്നെ ഇവിടെ ഒരു സൈഡിൽ ഒരു സൈൻ സ്ക്വയർ ഫൈ 1 മൈനസ് കോസ് 2π/2 എന്ന് എഴുതിയിട്ടുണ്ട്. അത് അറിയാതെ എഴുതിയതാണ്. അത് ആക്ച്വലി ഇവിടെ അപ്ലൈ ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, സോ ഇത് നോക്കേണ്ട കാര്യമില്ല ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത്.
ഇന്റഗ്രേഷൻ വളരെ എളുപ്പമാണ്. എന്തെങ്കിലും സംശയമുള്ളവർ എന്നോട് ചോദിച്ചാൽ മതി. ഇനി അടുത്ത് സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ കണ്ട പോലെ തന്നെ ഈ ഫിഗറും സിമെട്രിക് ആണ്. സോ സിമെട്രി വെച്ചിട്ട് സെൻട്രോയിഡ് എവിടെയായിരിക്കും? സെഡ് ആക്സിലായിരിക്കും. സോ അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ബൈ സിമെട്രി ദ സെൻട്രോയിഡ് എക്സ് ബാർ വൈ ബാർ സെഡ് ബാർ ഈസ് ഓൺ ദ സെഡ് ആക്സിസ്. സെഡ് ആക്സിലെ പോയിന്റ് ആയതുകൊണ്ട് ഈ എക്സ് ബാറും വൈ ബാറും 0 ആണ്. സെഡ് ബാർ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ അവിടെ കണ്ട സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ കണ്ട അതേ ഫോമുലയാണ്. സെഡ് ബാർ ഈസ് 1/v ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി സെഡ് ഡി വി. സോ 1/v, വിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 64π/3 × 2 - √2. നമ്മളിപ്പോ നേരത്തെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത അതേ ലിമിറ്റ്സ് തന്നെ തീറ്റയ്ക്കും ഫൈക്കും റോയ്ക്കും കൊടുക്കുന്നു. ഓക്കെ, ഇൻറ്റു ഇവിടുത്തെ വേരിയബിൾ എന്താണ്? സെഡ്. സെഡ് അല്ലല്ലോ, നമുക്ക് സ്പെറിക്കൽ കോർഡിനേറ്റ് സെഡ് ഇല്ല. സോ സെഡിന് കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ എഴുതുക. സെഡ് എന്താണ്? റോ കോസ് ഫൈ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഡി വിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. സോ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആദ്യം വിത്ത് റെസ്പെക്ട് ടു റോ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവിടെ ഒരു സൈൻ ഫൈ കോസ് ഫൈ എന്ന് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഫൈ വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സോ അതിനെ ഞാൻ 2 സൈൻ ഫൈ കോസ് ഫൈ ബൈ 2 എന്ന് എഴുതും. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഇനി 2 സൈൻ ഫൈ കോസ് ഫൈ എന്നുള്ളതിനെ എനിക്ക് സൈൻ 2φ എന്ന് എഴുതാം. അത് ട്രിഗ്നോമെട്രിക് ഫോമുലയാണ്. സോ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇന്റഗ്രേഷൻ എളുപ്പമാകും. സോ സൈൻ 2φയുടെ ഇന്റഗ്രൽ നെക്സ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ അതിന്റെ വാല്യൂ 2.56 എന്ന് കിട്ടുന്നു. സോ സെൻട്രോയിഡ് എക്സ് ബാർ വൈ ബാർ സെഡ് ബാർ എന്ത് കിട്ടും? 0 0 2.56 എന്ന് കിട്ടും. ഓക്കെ, ഇന്റഗ്രേഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇവ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വോളിയം ഓഫ് ദി ഐസ്ക്രീം കോൺ ഷേപ്ഡ് സോളിഡ് ഡി cut from the solid sphere rho less than or equal to 1 by the cone phi is equal to π/3. സോ ഇവിടെ വോളിയം കണ്ടുപിടിക്കാനാണ്. ഇവിടെ തന്നിരിക്കുന്ന നമുക്ക് എന്താണ് ബൗണ്ടറീസ് ഒക്കെ പറയുന്നത് റോയിലും ഫൈയിലും ആണ്. റോയും ഫൈയും ഉപയോഗിക്കുമ്പോൾ അത് ഏത് കോർഡിനേറ്റ് സിസ്റ്റം ആയി? സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആയി. സോ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. സോ നമുക്ക് ആദ്യം ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാം. റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് സ്പെറിക്കൽ കോർഡിനേറ്റ്സിൽ അറിയാം റോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ ലോവർ ലിമിറ്റ് ആയിട്ട് എന്ത് എടുക്കുക? 0യും അപ്പർ ലിമിറ്റ് 1ഉം. സോ റോ ലിമിറ്റ്സ് ആർ റോ ഈക്വൽ ടു 0 ടു റോ ഈക്വൽ ടു 1. ഇനി ഫൈയുടെ ഒരു ലിമിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ, ഫൈ ഈക്വൽ ടു π/3. നമുക്കറിയാം സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഫൈയുടെ വാല്യൂ 0 മുതൽ π വരെയാണ് വേരി ചെയ്യുന്നത്. സോ ലോവർ ലിമിറ്റ് ആയിട്ട് എന്ത് എടുക്കുക? ഫൈയുടെ 0 എടുക്കുക. സോ ഫൈ ലിമിറ്റ്സ് ആർ ഫൈ ഈക്വൽ ടു 0 ടു ഫൈ ഈക്വൽ ടു π/3. തീറ്റയുടെ ലിമിറ്റ്സിനെ പറ്റി ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ ഫുൾ ലിമിറ്റ് എടുക്കുക. തീറ്റ വേരീസ് ഫ്രം 0 ടു 2π. സോ വോളിയം ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി, ഇവിടെ ഡി എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഡി വി. സോ തീറ്റയുടെയും ഫൈയുടെയും റോയുടെയും ലിമിറ്റ്സ് കൊടുക്കുന്നു. ഡി വിയെ മാറ്റി റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ കൊടുക്കുന്നു. ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അതിന്റെ വാല്യൂ വോളിയം π/3 ആയിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിനെ പോലെ തന്നെ ഇവിടെയും ഉണ്ട്. റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിനെ സ്പെറിക്കലിലേക്ക് മാറ്റുന്നു. സോ കൺവേർട്ടിംഗ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഫ്രം റെക്ടാങ്കുലർ ടു സ്പെറിക്കൽ. So triple integrals can be converted from rectangular coordinates to spherical coordinates by making the substitution. എന്താണ് സ്പെറിക്കലിലേക്ക് മാറ്റാനുള്ള നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, അത് കൊടുക്കുക. x ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ, y ഈസ് ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ ആൻഡ് z ഈസ് ഈക്വൽ ടു റോ കോസ് ഫൈ. അങ്ങനെ ആണെങ്കിൽ ദെൻ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി വി. സോ ഇവിടെ റെക്ടാങ്കുലർ ആണ്, അഥവാ കാർട്ടീഷ്യൻ സിസ്റ്റം ആണ്. എക്സും വൈയും സെഡും ആണ്. സോ അതിനെ മാറ്റി ട്രിപ്പിൾ ഇന്റഗ്രൽ അപ്രോപ്രിയേറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെറിക്കലിലെ വേരിയബിൾസ് റോയും ഫൈയും തീറ്റയാണ്. സോ അതിന്റെ ലിമിറ്റ്സ് കൊടുക്കണം. എഫ് ഓഫ് എക്സിന് പകരം എന്ത് കൊടുക്കുന്നു? റോ സൈൻ ഫൈ കോസ് തീറ്റ, വൈക്ക് പകരം റോ സൈൻ ഫൈ സൈൻ തീറ്റ, സെഡിന് പകരം റോ കോസ് ഫൈ, ഡി വിക്ക് പകരം എന്ത് കൊടുക്കുന്നു? റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കാം. യൂസിങ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ടു ഇവാലുവേറ്റ്. സോ ഒരു ഇന്റഗ്രൽ ഇവിടെ തന്നിട്ടുണ്ട്. അതിവിടെ നമുക്ക് ആദ്യം സ്പെറിക്കൽ കോർഡിനേറ്റ്സിൽ ലിമിറ്റ് കണ്ടുപിടിക്കണം. സോ ഡി സെഡ് അല്ലേ ആദ്യം വന്നിരിക്കുന്നത്. സോ സെഡിന്റെ ലിമിറ്റ്സ് ഇവിടെ എന്താണ്? z equal to 0 to z equal to root of 4 minus x square minus y square. So lower limit z equal to 0 ഓക്കെയാണ്. അപ്പർ ലിമിറ്റിൽ എന്താണ്? സെഡും എക്സും വൈയും ഒന്നും സ്പെറിക്കൽ കോർഡിനേറ്റിലില്ല. സോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. x ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ, y ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ, z ഈസ് ഈക്വൽ ടു റോ കോസ് ഫൈ. സോ ഇതെന്തായി മാറും? റോ കോസ് ഫൈ ഈസ് ഈക്വൽ ടു 4 മൈനസ് റൂട്ട് ഓഫ് റൂട്ട് ഓഫ് 4 മൈനസ് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ എന്നാവും. നെക്സ്റ്റ് സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ റോ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു 4 മൈനസ് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ എന്നാവും. ഈ റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈയെ കൂടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് റോ സ്ക്വയർ കോമൺ എടുത്തിരിക്കുകയാണ്. സോ റോ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ഫൈവ് പ്ലസ് സൈൻ സ്ക്വയർ ഫൈ ഈക്വൽ ടു 4. റോ സ്ക്വയർ 5 പ്ലസ് സൈൻ സ്ക്വയർ ഫൈ 1 ആണ്. സോ റോ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4, റോ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 എന്ന് കിട്ടും. ഇനി ഓക്കെ, ഇവിടെ സെഡ് ലിമിറ്റ് സെഡ് ഈക്വൽ ടു 0, ലോവർ ലിമിറ്റ് ഓക്കെയാന്ന് പറഞ്ഞു. പക്ഷേ ഈ സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്ത് ഇവിടെ ഇല്ല. സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ സെഡ് എന്ന് പറയുന്ന വേരിയബിൾ ഇല്ല. ഓക്കെ,
ഇനി ഇവിടെ റോ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് കിട്ടി. സോ റോ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2. എന്നാൽ റോയുടെ വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ റോയുടെ ലിമിറ്റ്സ് എന്തെടുക്കാം? 0 to 2 എടുക്കുന്നു. നെക്സ്റ്റ് ഇവിടെ വൈയുടെ ലിമിറ്റ്സ് ഞാൻ എടുക്കുന്നു. അടുത്ത ഇന്റഗ്രൽ വൈ അല്ലേ. സോ വൈയുടെ വേരിയേഷൻ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ സ്ക്വയർ ചെയ്യുന്നു. സോ വൈ സ്ക്വയർ ഇസ് 4 മൈനസ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇനി എക്സിനും വൈക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈവ് കോസ് തീറ്റയും വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈവ് സൈൻ തീറ്റ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈവ് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. എന്നാൽ റോ സ്ക്വയറിന്റെ വാല്യൂ ഞാൻ നേരത്തെ ചെയ്തതെന്ന് റോ സ്ക്വയർ 4 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെന്താവും? 4 sin square 5 is equal to 4. 4 and 4 get cancelled. So sin square 5 equal to 1 എന്ന് കിട്ടും. So sin 5 റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? sin 5 is plus or minus 1. ഇനി sin 5 1 ആവുമ്പോൾ ഏതാണ്? 5യുടെ വാല്യൂ എന്താണ്? sin pi by 2 ആണ് 1. So 5 pi by 2 എന്ന് കിട്ടും. ഇനി sin 5 minus 1 ആവുമ്പോൾ എന്താണ്? sin 270 ഡിഗ്രി അഥവാ 3 pi by 2. sin 3 pi by 2 ആണ് 1. So 5യുടെ വാല്യൂ എന്ത് കിട്ടും? 3 pi by 2. 3 pi by 2 means 270. എന്നാൽ നമുക്കറിയാം എന്താണ് സ്പെറിക്കൽ കോർഡിനേറ്റ്സിലെ ഫൈയുടെ വേരിയേഷൻ എവിടെ തൊട്ട് എവിടെ വരെയാണ്? 0 to പൈ വരെ പറ്റുള്ളൂ. ഈ 3 pi by 2 എന്ന് പറയുമ്പോൾ അത് 270 ഡിഗ്രി പൈയേക്കാൾ വലുതാണ്. സോ 3 pi by 2 എടുക്കില്ല. സോ അതുകൊണ്ട് തന്നെ അപ്പർ ലിമിറ്റ് ആയിട്ട് എന്തെടുത്താൽ മതി? ഇവിടെ കിട്ടിയ 5 equal to പൈ by 2 ലോവർ ലിമിറ്റ് ആയിട്ട് 0 എന്ന് എടുക്കും. സോ 5 ലിമിറ്റ്സ് ആർ 5 equal to 0 to 5 equal to പൈ by 2. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ്? തീറ്റയുടെ ലിമിറ്റ്സ്. അടുത്ത എക്സിന്റെ വേരിയേഷൻ നോക്കിയാൽ -2 to +2. അതെടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും എല്ലാം എക്സ് എടുക്കുന്നുണ്ട്. സോ തീറ്റ പ്രത്യേകിച്ച് അങ്ങോട്ടും റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. സോ തീറ്റ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എന്താണ്? 0 to 2 പൈ. സോ ആ തന്നിരിക്കുന്ന ഇന്റഗ്രൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇന്റഗ്രലിനെ മാറ്റി സ്പെറിക്കൽ കോർഡിനേറ്റ്സിലേക്ക് മാറ്റിയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഈ ഇന്റഗ്രൽ ആണ് എടുത്തെഴുതിയിരിക്കുന്നത്. സോ അതിനെ മാറ്റി എന്താണ്? ആദ്യം തീറ്റയുടെ ലിമിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റയുടെ ലിമിറ്റ് തീറ്റ 0 to 2 പൈ 5 വേരീസ് ഫ്രം 0 to പൈ by 2 r വേരീസ് ഫ്രം 0 to 2. ഇനി ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ സെഡ് സ്ക്വയർ. സെഡിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്? റോ കോസ് 5. സോ സെഡ് സ്ക്വയർ എന്താവും? റോ സ്ക്വയർ കോസ് സ്ക്വയർ 5. ഇനി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സിനെ വൈനെ സെഡിനെ എല്ലാം ഇവിടുത്തെ മാറ്റണം. സ്പെറിക്കൽ കോർഡിനേറ്റ്സിലേക്ക് മാറ്റണമല്ലോ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ റോ ആണ്. സോ അതിന് പകരം റോ എടുക്കുന്നു ഇൻറ്റു റോ. ഇനി ഡി സെഡ് ഡി വൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി വി. ഡി വിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. റോ സ്ക്വയർ സൈൻ 5 ഡി റോ ഡി 5 ഡി തീറ്റ. ഓക്കെ, നെക്സ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ആദ്യം റോയുടെ ഇന്റഗ്രേഷൻ കഴിഞ്ഞിട്ട് 5 വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ കോസ് സ്ക്വയർ 5 സൈൻ 5 എന്നുണ്ട്. സോ അതിന് കോസ് സ്ക്വയർ തീറ്റ ഞാൻ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കുവാണ്. അതിനുശേഷം ഇതിനെ 2 ഇന്റഗ്രൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതെന്ത് കിട്ടും? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ സൈൻ 5 മൈനസ് സൈൻ ക്യൂബ് 5 എന്ന് കിട്ടും. സോ അത് 2 ഇന്റഗ്രൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ 2 ഇന്റഗ്രൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കാര്യം സൈൻ 5യുടെ ഇന്റഗ്രൽ നമുക്കറിയാം മൈനസ് കോസ് 5. ഇനി ഇന്റഗ്രൽ സൈൻ ക്യൂബ് 5 വേരീസ് ഫ്രം 0 to പൈ by 2 ആകുമ്പോൾ നമുക്ക് റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യാം. സോ റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്താൽ ആ ഇന്റഗ്രലിന്റെ വാല്യൂ 2/3 എന്ന് കിട്ടും. സോ അതുകൊണ്ടാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ഡി തീറ്റ. എന്നിട്ട് മൂന്നാമത്തെ ഇന്റഗ്രൽ ചെയ്യാണ്. നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ 64 പൈ by 9 എന്ന് കിട്ടും.